ഒരു നിക്കടുത്ത കുട്ടിയെ. അല്ല നമ്മൾ നമ്മളെന്താ സൺസ്ക്രീൻ വാങ്ങാൻ പോവാ. പറഞ്ഞു പഠിപ്പിച്ച പോലെയാണ് അമ്മ പറയണത്. നമ്മൾ ഇനി മൈക്കൊക്കെ ചേർക്കും. നമ്മൾ എവിടേക്കാണ് പോണത്? അങ്ങനെയല്ല, നമ്മള് ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യണം. പൊട്ടനും ചട്ടനും പൊട്ടനും. ഞാനൊരു ചക്കദിനം ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് തമ്പാനൂർ ചെന്നപ്പോ മാവിലാ ചക്ക കായ്ക്കും. ഒരു നല്ല സൺസ്ക്രീം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാട്ടാ. പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ല. അവർക്കുള്ള ലിപ്സ്റ്റിക്കും ലിപ് ലൈനറും ഒക്കെ കിട്ടി. നമ്മുടെ കണ്ണ് എപ്പോഴും കമ്മലിനോട്ട് മാത്രമാണ് ഗൈസ്. പക്ഷെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞാൽ തള്ളിവിടാൻ പറ്റുമോ? എനിക്ക് വേണ്ടേ. പിന്നെ നമുക്ക് ശ്രീക്കുട്ടിയുടെ വാച്ച് നേരാക്കുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ നേരത്തെ നോക്കി ശ്രീക്കുട്ടി പരാതി കൊണ്ട് തന്നെ പുതിയ ലിപ്സ്റ്റിക്കിൽ അമ്മു തേമ്പിട്ട് താന്നു പോയി ഗൈസ്. പക്ഷെ അമ്മു കള്ളത്തി അവളെ എടുക്കില്ല കേട്ടാ. ശ്രീക്കുട്ടി പിന്നെ എല്ലാ സാധനം എല്ലാവർക്കും കൊടുക്കും. പിന്നെ നമ്മൾ വാച്ചൊക്കെ നേരെ കഴിഞ്ഞ് നമ്മൾ നേരെ എവിടേക്കാൻ പോണേന്ന് പറയും. വേറെ എവിടേക്കല്ല, ലിപ്സ്റ്റിക്ക് മേടിക്കലൊക്കെ കഴിഞ്ഞതാണ്. ഇനി സൺസ്ക്രീൻ അതിനെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നമ്മളത് മറന്നു പോകരുത്. പക്ഷെ എന്റെ സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ടൊക്കെ ഒന്നും ചേർന്നുണ്ടായിരുന്നിട്ടാ. പിന്നെ ലാസ്റ്റ് കോംബോ ആയിട്ട് കോട്ടയ്ക്കുള്ള സോപ്പും പഞ്ചാറസിന്റെ ഫേസ് വാഷ് കൊടുത്തു. അപ്പൊ ദേ ഇരിക്കണ ബില്ലിങ്ങിൽ നമ്മുടെ അറിയുന്ന ഒരു ചേച്ചി. ഇവിടെ കണ്ണഞ്ചേട്ടന്റെ വീടിന്റെ അടുത്തായിട്ടാ ചേച്ചിയുടെ വീട്. പിന്നെ തിരിച്ചു വരുന്ന വഴിയുടെ സബർത്ത് കുടിക്കാൻ വേണ്ടി കയറിയതാണ്. സബർത്തിൽ ദേ നിൽക്കണ വലിയൊരു ഐസ് കേട്ട. കുറെ നേരം നമുക്ക് എടുക്കാൻ ശ്രമിച്ചെങ്കിലും പക്ഷെ അത് വീണുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അങ്ങനെ കഷ്ടപ്പാടുകൾ ക്ഷീണത്തിലോട്ടാണ് വഴിതെളിച്ചുകൊണ്ടിരുന്നത് മനസ്സിലായപ്പോൾ ഞാൻ ആ പരിപാടി നിർത്തി. ദെൻ നേരെ വീട്ടിലോട്ട്. ഇനി നമ്മൾ മുകളിലോട്ട് നോക്കി കിടന്നുറങ്ങുക. ആ ഒരു സുഖം ഉണ്ടല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.